നോക്കിക്കോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇരിക്കട്ടെ, ഇരിക്കാൻ വായി വെക്ക. ഒത്തുപോയ ഇനി എന്നെ തള്ളിയിടുമോ? ഇടുമോടി? തള്ളിയിടുമോ? ഈ തീ എങ്ങാനും അവരുടെ ദേഹത്ത് കൊണ്ടാലോ? എന്റെ മോളെ, നിനക്ക് വല്ല ഭ്രാന്ത് കൊണ്ടോ? അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാതെ ഞാൻ കാണിച്ചതല്ലയോ? അതിന് ഈ ഒരു വഴിയേ ഉള്ളൂ. എന്റെ പൊന്നു മോളെ, നിനക്ക് ഈ കുട്ടിച്ചാത്തന്മാരെ പറ്റിട്ട് വല്ല അറിവുണ്ടോ? ഈ തീക്കൊള്ളി എടുത്ത് കാണിച്ചാൽ മാത്രമേ അവർക്ക് പേടിയുള്ളൂ. എന്താ അമ്മ ഇത്? വല്ല നല്ല വാക്കും പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാതെ ഇനിമേൽ ഇങ്ങനെ ചെയ്യരുത്. എന്റെ പൊന്നു കുഞ്ഞെ, ഇനിമേലെ ഞാനൊന്നും പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല. നീ ആയി, നിന്റെ മക്കളായി, നിങ്ങളുടെ പാടുപോലെ ജീവിച്ചു. തീക്കുള്ളി എടുത്ത് ചുടാൻ വരുന്നേ ചിറ്റയെടുത്ത് പോയി ചോദിക്കാം. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? നിങ്ങൾക്ക് എന്ത് വേണം? ഇനി അടുത്ത് വരീൻ. എന്റെ പൊന്നുമക്കളെ ഞാൻ അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ അമ്മുമ്മ തീക്കൊള്ളി എടുത്തപ്പോ പോലും ചിറ്റയല്ലേ പിടിച്ചു മാറ്റിയത്. എന്താ മോനെ? അതാ നോക്കൂ, സൈക്കിള്. അമ്മുമ്മ ഞങ്ങൾക്ക് എത്താത്ത സ്ഥലത്തെടുത്ത് വെച്ചേക്കണം. അത് ചിറ്റൂന്റെ അടുത്ത് തരുമോ? തരാം തരാം. നമ്മൾ വഴക്ക് കൂടാതെ കളിക്കണം. എടുത്തോ. ചിറ്റ നല്ല ചിറ്റ. അമ്മുമ്മേന് മഴ പറഞ്ഞത്. നമുക്ക് അമ്മമ്മ പോയി മാറ്റാം. എന്തിനാ പിള്ളേരെ നിങ്ങൾ എപ്പോഴും ഞാൻ തൊലയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ എത്തിരിക്കെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളെ ചിത്രല്ലേ നല്ലത്. ഞാൻ പൂർവ്വ നിങ്ങളെന്നെ കൊല്ലും. എന്താണ് എന്താ അമ്മ ഇങ്ങനെ ഉദ്ദേശം? പോയി എല്ലാരും പോയി. എന്റെ പുറം ചമ്മന്തിയായി മോളെ. എന്തമ്മേ, അമ്മ അവരെ തല്ലിയോ? ഇല്ല മോളെ, ഇല്ല. നീ ഇവിടെ വരുന്നതിന് മുൻപ് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവരോട് എന്തോ പറഞ്ഞു പോയി. എന്തു പറഞ്ഞമ്മേ? അല്ല, എല്ലാ ചിറ്റമ്മമാരും കുറെയൊക്കെ കുടുംബപ്പെടുത്തുന്നവർ തന്നല്ലോ. അതുപോലെ നീ ഇവിടെ വന്നാൽ അവരെ അടിക്കും, തീക്കുള്ളി എടുത്ത് ചൂടും എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയി. ഇപ്പൊ നീയുമായിട്ട് പഴയപ്പോ പിള്ളാരല്ലയോ, അവർക്ക് മനസ്സിലായി നീ നല്ലവളാണെന്ന്. അതിനെന്നെ പെടുത്തുന്ന പാട് എന്റെ നാരായണ ഭഗവാനെ. കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കും. ഞാനിതാ വരാം. ശരി ചേച്ചി. എന്നെ വിളിച്ചോ? അയ്യോ, എന്താണ്? കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കണ്ണെറിയുന്നു, കാതെറിയുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇതാ നോക്കണം. ഓമന ഇങ്ങോട്ട് തന്നെ നോക്കുന്നു. അവൾ പ്രായമായ പെണ്ണല്ലേ, ഇങ്ങനെയൊക്കെ കണ്ടാ മോശമല്ലേ? ഒന്ന് വിടണം. ഓ മന പ്രായമായ ഞാൻ എന്താ ചേട്ടാ ഇത്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്ന് ഇപ്പൊ അങ്ങോട്ട് വരുന്നതേ ഇല്ലല്ലോ. ഞങ്ങൾ എന്ത് പഴച്ചു? ചേട്ടൻ ചെയ്യുന്ന ദുഷ്ടത്തരങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇനി ചേട്ടത്തി ചെയ്യുന്നതും കാണണമെന്നാണോ നീ പറയുന്നത്? അയ്യോ, അവര് ചേട്ടത്തിയല്ല ചേട്ടാ. പിന്നെ ചേട്ടത്തി അമ്മയാണ്. അത് നിനക്ക്. ആ തള്ളയില്ലാത്ത പിള്ളേർക്ക് അവര് ചിറ്റമ്മ തന്നെയല്ലയോ? ഏത് ശീലാവതി ആയാലും ശരി, ചിറ്റമ്മയായിട്ട് വന്നോ കാലക്രമേണ അവള് മൂളി അലങ്കാരിയായിട്ട് മാറും. ചേട്ടന് തെറ്റിപ്പോയി. ചേട്ടൻ ഒരു ദിവസം വന്ന് അവിടെ നോക്കണം. നമ്മുടെ പുണ്യം കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ചേട്ടത്തിയും പിള്ളേർക്കൊരു അമ്മയും കിട്ടിയത്. വാസ്തവമാണോടി നീ പറഞ്ഞത്? എങ്കിൽ എന്റെ വിഷമം എല്ലാം തീർന്നു. ആ ബെല്ലടിക്കാറായി, നീ ക്ലാസ്സിൽ പോ. ഞാൻ പിന്നെ വന്ന് അവരെ കണ്ടോ. തീർച്ചയായും വരുമ്പോ ചേട്ടാ. തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞില്ലേ? പോ. ചേച്ചി,
എന്താ ഓമനെ? നമ്മുടെ കാർ എവിടെ? അയ്യോ, അത് ഇന്നലെ റിപ്പയറിന് കൊടുത്തേ ഉള്ളൂ. ആ എന്താ? ഞാനും അമ്മയും കൂടെ ചേർത്തി പോവാന്ന് വിചാരിച്ചു. ഇനി 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ശരി, സാരല്ല, ഞാൻ പോട്ടെ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധു പരേ. കുഞ്ഞിനെ ഉറക്കിയിട്ട് വരാന്ന് പറഞ്ഞു. കുഞ്ഞിന് നേരം വിളക്കുന്നവിടെ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ അതുവരെ ഇവിടെ ചത്തോണ്ടിരിക്കണം. എന്തോന്നാണ് ഇതൊന്നും വേണ്ട. ശരി ശരി. അയ്യോ, ലൈറ്റ് അണയ്ക്കല്ലേ. അയ്യോ, ലൈറ്റ് അണയ്ക്കല്ലേ. ലൈറ്റ് വേണം. അയ്യോ, ഇരുട്ടത്തിരിക്കുന്നത് എനിക്ക് പണ്ടേ പേടിയാ. അയ്യോ, എന്തിനാണ് ഇതൊക്കെ? നമ്മൾ രണ്ടിനും ചെറുപ്പമൊന്നും അല്ലല്ലോ. ഇല്ല ഇല്ല, ഇരിക്കണം ഇഷ്ടം പോലെ. കുഞ്ഞു കരയുന്നു. ചാവട്ടെ, നീ എവിടെ? കുഞ്ഞു വല്ലാണ്ട് ഒച്ചയിട്ട് കരയുന്നു. എന്നെ വിടുന്നു. അത് ഒച്ചയിട്ട് കരയുന്നു, നീ കേൾക്കുന്നുള്ളൂ. ഒച്ചയില്ല, ഞാൻ കരയുന്നു, നീ കേൾക്കുന്നില്ല. ഇതാ കരച്ചിൽ കൂടിക്കൂടി വരുന്നു. എന്നെ വിടുന്നു. എന്നെ കാണാത്തതുകൊണ്ട് കുഞ്ഞു കോണിപ്പടി കയറി വരികയാണ്. ഒന്ന് വിടണം. വരട്ടെ വരട്ടെ, ഇങ്ങനെ ഞാൻ വിടൂല. ഞാൻ ഒന്ന് എത്തി നോക്കിയിട്ട് വരാം. വിടണം. അയ്യോ, എന്നെ വിടണം, എന്നെ വിടണം. അയ്യോ, എന്റെ കുഞ്ഞു കോണിപ്പടി ഉരുട്ട് വീണുവോ? എന്ത് ചെയ്യാൻ മോളെ? ആ പെണ്ണിന്റെ തലയിലെടുത്ത, അല്ലെങ്കിൽ കൊരങ്ങിന്റെ കൈ പൂമാല കൊടുത്തതുപോലെ ഈ രാക്ഷസന്റെ കൈ ദൈവം ആ പെണ്ണിനെ കൊണ്ട് കൊടുക്കുവോ?